എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു പ്രത്യേക ദിവസത്തെക്കുറിച്ച് പറയാനുള്ളതാണ്. നമ്മുടെ ഗണപതി ഭഗവാന്റെ ജന്മദിനമാണ് നാളെ. മാഘ ശുക്ല ചതുർത്ഥി എന്നും അറിയപ്പെടുന്ന ഗണേശ ജയന്തിയാണ് നാളെ. അതായത് ഗണപതി ഭഗവാന്റെ ജന്മദിനമാണ് ഫെബ്രുവരി 1, 2025. നമുക്ക് ആചാരങ്ങൾ മുതൽ പൂജാമുഹൂർത്തം എല്ലാം ഇപ്പോൾ പറയാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യൂ. ഗണേശ ജയന്തി മാഘ ശുക്ല ചതുർത്ഥി എന്നും തിലകുണ്ഠ ചതുർത്ഥി എന്നും വരത് ചതുർത്ഥി എന്നും അറിയപ്പെടുന്നുണ്ട്. ഗണേശ ജയന്തി ജ്ഞാനത്തിൻ്റെ ഈശ്വരനായ ഗണപതിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഉത്സവമാണ്. മാഘമാസത്തിലെ ശുക്ലപക്ഷത്തിൻ്റെ 4ാം ദിവസം, അതായത് ചതുർത്ഥിയിലാണ് ശ്രീ ഗണേശൻ്റെ ജനനം എന്നാണ് പറയുന്നത്. ചതുർത്ഥി ആയതുകൊണ്ട് തന്നെ ചന്ദ്രദർശനം ഒഴിവാക്കേണ്ട സമയം എന്ന് പറയുന്നത് 9:02 AM മുതൽ 9:07 PM വരെയുള്ള സമയത്തിനിടയ്ക്ക് ചന്ദ്രദർശനം നിഷിദ്ധമാണ് എന്നാണ് പറയുന്നത്. അതായത് 12 മണിക്കൂർ 5 മിനിറ്റ് ദൈർഘ്യത്തിലാണ് ചതുർത്ഥിയുടെ ചന്ദ്രദർശനം നിഷിദ്ധമായിട്ടുള്ള സമയം ഉള്ളത്. ചതുർത്ഥി തിഥി ആരംഭിക്കുന്നത് ഫെബ്രുവരി 1 11:38 രാവിലെ 11:38 ചതുർത്ഥി തിഥി അവസാനിക്കുന്നത് ഫെബ്രുവരി 2 9:14 AM മധ്യാഹ്ന സമയത്താണ് ഗണേശ പൂജാ മുഹൂർത്തം ഉള്ളത്. അതായത് 11:38 AM മുതൽ 1:40 PM വരെയാണ് ഗണേശ പൂജാ മുഹൂർത്തം ഉള്ളത്. ഗണേശ ജയന്തി പൂജ പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലുണ്ടാവുന്ന എല്ലാ വിഘ്നങ്ങളെയും, അതായത് എല്ലാ പ്രതിബന്ധങ്ങളെയും അകറ്റുവാനും ജ്ഞാനത്തിൻ്റെ ആരംഭമായും അറിവിൻ്റെ ദേവനായും ബഹുമാനിക്കപ്പെടുന്ന ഗണേശദേവനെ നമ്മൾ ആരാധിക്കും. ഈ സമയം, അതായത് ഗണേശ ജയന്തി നാളെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനെയും അല്ലെങ്കിൽ തുടങ്ങി വച്ചത് പൂർത്തീകരിക്കുന്നതിലേക്കും അല്ലെങ്കിൽ ഒരു യാത്രയിലേക്കും അതിനൊക്കെ നല്ല ഒരു ദിവസമാണ്. ഗണേശ ജയന്തി ദിവസം രാവിലെ വീടുകൾ വൃത്തിയാക്കി, ഇപ്പം നമ്മുടെ നവരാത്രി സമയം തുടർന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എന്തായാലും വൃത്തിയായിട്ടിരിക്കുകയായിരിക്കും. അതേസമയം പുണ്യസ്നാനം ചെയ്യണം എന്നാണ് പറയുക. അതിനുശേഷം ഭഗവാന്റെ ഫോട്ടോയോ അല്ലെങ്കിൽ വിഗ്രഹം ഉണ്ടെങ്കിൽ വിഗ്രഹമോ വെച്ചതിനു ശേഷം നമ്മൾ സിന്ദൂരവും മഞ്ഞളും വെച്ചിട്ടാണ് ആരാധിക്കേണ്ടത്. മഞ്ഞൾ പൊടിയും സിന്ദൂരവുമാണ് നമ്മൾ ചാർത്തേണ്ടത്. പിന്നെ അതുപോലെ തന്നെ കറുകമാല കൂടി സമർപ്പിക്കണം. വിനായക ചതുർത്ഥി ഗണപതി ദേവൻ്റെ അനുഗ്രഹം തേടാൻ ഏറ്റവും അനുകൂലമായ ദിവസമായിട്ടാണ് കാണുന്നത്. ഗണേശ ഭഗവാനെ ആദരിക്കാനാണ് ഈ ദിവസം തന്നെ സമർപ്പിച്ചിട്ടുള്ളത്. ഇത് സ്പിരിച്വാലിറ്റി, പിന്നെ നമ്മുടെ പാരമ്പര്യമായിട്ട് നടന്നു പോകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ കുട്ടികളുണ്ടാവാൻ, സന്താനലബ്ധിക്ക്, സന്തോഷം വരുവാൻ, എല്ലാത്തിനും ഈശ്വരൻ്റെ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം തേടുന്നതിനുള്ള ഏറ്റവും നല്ല സമയമായിട്ടാണ് പറയുന്നത്. ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ദേവനാണ് ഗണപതി. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ വിജയത്തിനും നമ്മുടെ കരിയറിൻ്റെ പ്രോഗ്രസ്സിനും, അതായത് വളർച്ചയ്ക്കും, പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് മുന്നിലേക്ക് പോവാനും ഒക്കെ ഈശ്വരൻ്റെ അനുഗ്രഹം നമ്മൾ തേടും. അതിനു പറ്റിയ ദിവസമാണ് ഗണേശ ജയന്തി എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ നീക്കുക എന്നതാണ് ഏറ്റവും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ഈശ്വരനോട് പ്രാർത്ഥിക്കേണ്ടത്. ഗണപതിയുടെ അനുഗ്രഹത്തിനായി പ്രത്യേക പൂജകൾ നടത്തുന്ന ദിവസമാണ് നാളെ. പൂജയിൽ
പഴങ്ങൾ, മധുരപലഹാരങ്ങൾ, അത് മോദകം ഉണ്ടാക്കില്ലേ, മോദകം, ധൂപം, പരമ്പരാഗതമായ വിളക്ക് എന്നിവ സമർപ്പിച്ച് ആരാധിക്കുകയാണ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ദേവസ്തുതി, ശ്ലോകങ്ങൾ, മന്ത്രങ്ങൾ ഒക്കെ ചൊല്ലേണ്ട ദിവസമാണ്. നമ്മൾ ഗണപതി പൂജയുടെ സമയത്ത് ചൊല്ലേണ്ട മന്ത്രമാണ് ഗണപതി അഥർവശീർഷം എന്ന് പറയുന്നത്. ഇനി ഗണപതി പൂജയ്ക്കുള്ള മന്ത്രങ്ങളാണ് ഓം ഗൺ ഗണപതയേ നമ, ഓം ഗൺ ഗണപതയേ നമ. വേറൊന്നുള്ളത് ഓം ഗണാധ്യക്ഷായ നമഃ. പിന്നെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഗണേശ മന്ത്രമാണ് ഓം ഗൺ ഗണപതയേ സർവകാര്യസിദ്ധി കുരു കുരു സ്വാഹ. എന്നൂടി പറയാം, ഓം ഗൺ ഗണപതയേ സർവകാര്യസിദ്ധി കുരു കുരു സ്വാഹ. ഇത് നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കുന്നതിന് ചൊല്ലേണ്ട മന്ത്രമാണ്, ഗണേശ മന്ത്രമാണ്. എല്ലാവിധ പ്രതിബന്ധങ്ങളും തരണം ചെയ്യാനുള്ള മന്ത്രമാണ് ഓം വക്രതുണ്ഡ മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരുമേ ദേവ സർവകാര്യേഷു സർവദ. എന്നൂടി പറയാം, ഓം വക്രതുണ്ഡ മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരുമേ ദേവ സർവകാര്യേഷു സർവദ. ഇതാണ് എല്ലാ പ്രതിബന്ധങ്ങളും അകറ്റാൻ, എല്ലാ വിഘ്നങ്ങളും അകറ്റാൻ ഈശ്വരനോട്, ഗണപതി ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ട മന്ത്രം എന്ന് പറയുന്നത്. പിന്നെ നൈവേദ്യത്തിനായി ഒരു പ്രത്യേക മധുരപലഹാരം ഉണ്ടാക്കാറുണ്ട്. അതായത് അരിപ്പൊടിയും പാലും പഞ്ചസാരയും എള്ളും നാളികേരവും ഏലക്കപ്പൊടിയുമാണ് ഇതിനാവശ്യമുള്ളത്. അതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ, അത് പോസ്റ്റ് ചെയ്തു തരാം. അപ്പോൾ എല്ലാവർക്കും ഈശ്വരനെ പ്രാർത്ഥിക്കാം, ഭഗവാനെ, ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കാം. നാളെ നമുക്ക് ആശംസകൾ നേർന്ന് പൂജകൾ ചെയ്ത് മന്ത്രോച്ചാരണം ചെയ്ത് നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുക, നമ്മുടെ പ്രതിബന്ധങ്ങൾ മാറ്റിയെടുക്കുക. എല്ലാവർക്കും ആശംസകൾ. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കൂ. എല്ലാവർക്കും നമസ്കാരം, നന്ദി.